കോടതി മുതൽ പാർലമെന്റ് വരെ പോരാടും എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. ഇവിടെ വിശ്വാസ സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകാമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വഞ്ചിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുകയുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് നാളെ UPA അധികാരത്തിൽ വന്നാൽ നിയമമുണ്ടാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉറച്ചു നിൽക്കും എന്നാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വിശ്വാസത്തിലെടുക്കാമോ ഈ വാക്കുകളെ? മഞ്ജുഷ, അതിനു മുമ്പ് ഈ JR പത്മകുമാർ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സമനില തെറ്റിയും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്ക് സമനില തെറ്റിയോ എന്ന് തന്നെ സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് സംസാരം. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ കോടതി, ഞാൻ പറഞ്ഞല്ലോ, ഈ കോടതി വിധി വന്നപ്പോൾ അതിനോട് ധൃതി കാണിച്ച് ഇടപെട്ട CPM-ൻ്റെ LDF-ൻ്റെ സർക്കാരിൻ്റെ നയങ്ങളെ യോജിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തെറ്റാണ് സംഘപരിവാർ ശക്തികൾ ശബരിമലയിൽ ഉൾപ്പെടെ 18-ാം പടിയിൽ ഉൾപ്പെടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ ആചാരലംഘനം നടത്തിയിട്ടുള്ളത്. അവർ പോലീസുമായി ഏറ്റുമുട്ടിയിട്ടുള്ളത്. പോലീസുമായി ഏറ്റുമുട്ടി നിങ്ങൾ നിയമം നടപ്പാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ നിയമം നടപ്പാക്കാതിരിക്കാനാണെങ്കിൽ എന്ത് ചെയ്ത് വിജയിച്ചില്ല ഇതുവരെ? എന്താ പത്മകുമാറായി പറയുന്നത്? പോലീസുമായിട്ട് അടികൂടുന്നത് ജയിലിൽ കിടക്കുന്നതാണോ ഒരു സമരത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? അങ്ങനെയല്ല. ഒരു വിഷയം, ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരരംഗത്തേക്ക് വരുമ്പോൾ, ഞാനൊക്കെ തിരുവനന്തപുരം മുതൽ പത്തനംതിട്ട വരെ കാൽനടയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ 4 മേഖലയിൽ നിന്നുള്ള പദയാത്രകൾ കാൽനടയായി, ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നടത്തിയുള്ള നിരവധിയായ സമരപരിപാടികൾ, ഉപവാസങ്ങൾ, ഇതൊക്കെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പറയും പോലെ പോലീസിനെ കല്ലെറുകയും പോലീസുമായിട്ട് അടികൂടുകയും ഭക്തരുടെ മറവിൽ അക്രമം നടത്തുകയും ചെയ്യുന്ന നിങ്ങൾ ബലിദാനികളെ തിരക്കി കേരളം മുഴുവൻ നടന്നത് നമ്മളെല്ലാം കണ്ടതല്ലേ? എവിടെ ആര് മരിച്ചു എന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ ബലിദാനിയാണെന്ന് എന്തിനാ പത്മകുമാർ ഇത്രയും അവസരവാദപരമായ രാഷ്ട്രീയം കളിച്ചിട്ട് വന്നിരുന്നു? BJP ഇക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ പറ്റിയ വാക്കുകളാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതുകൊണ്ട് തന്നെയാണല്ലോ രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞിരിക്കുന്നത്. UPA അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇവർക്ക് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, നിയമനിർമ്മാണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഞാൻ ചോദിക്കട്ടെ, ധൃതി പിടിച്ചല്ലേ ഇപ്പോൾ പറയുന്ന സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്? ഞങ്ങൾ പിന്തുണച്ചില്ലേ? ആ സാമ്പത്തിക സംവരണം നിയമമാക്കിയപ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇടപെടാമായിരുന്നല്ലോ, ഞങ്ങൾ സഹകരിച്ചല്ലോ. അതുപോലെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചില്ല? നിങ്ങളിപ്പോൾ പറയുന്നു അത് പുനഃപരിശോധനാ ഹർജി കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്ത് വിവരക്കേടാ പത്മകുമാറായി പറയുന്നത്? പുനഃപരിശോധനാ ഹർജി പോയത് എപ്പോഴാണ്? അതിനുശേഷം എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു? അത് എപ്പോഴാണ് പരിഗണിച്ചത്? അത് ഓപ്പൺ കോർട്ടിൽ കേൾക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. കേട്ട് കഴിഞ്ഞത് എന്താണ്? ഇനി നിങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത്? ഇതിനെ സംബന്ധിച്ച് ആത്യന്തികമായി ഇനി ഒരു ജഡ്ജ്മെന്റ് വരാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ, റിസർവ്ഡ് ഫോർ ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് വരുന്നതോടെ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയുന്ന ഓർഡിനൻസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാൻ, നിങ്ങൾക്ക് നേരത്തെ ആകില്ലായിരുന്നോ? നിങ്ങൾക്ക് ഈ പ്രശ്നം ഇല്ലാതെ പരിഹരിക്കാമായിരുന്നല്ലോ. അപ്പോൾ അവിടെ അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ഇതൊരു വിഷയമാക്കി മറ്റൊരു അയോധ്യയാക്കി കേരളത്തിൽ നിർത്തി നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉയരണം. അത് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അത് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. നിങ്ങളുടെ രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പോലും രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് കേരളത്തിലെ ഭക്തർക്കറിയാം. അത് മാത്രം പത്മകുമാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. മനസ്സിലാകുന്നില്ലെങ്കിൽ താങ്കൾക്ക് അതിന് മെയ് 23 മനസ്സിലാകും. പക്ഷേ മഞ്ജുഷ, ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞിട്ട് പോയ വളരെ പരമപ്രധാനമായ ഒരു വിഷയമുണ്ട്. ഇവിടെ SNC ലാവലിനുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാത്രം പ്രധാനമന്ത്രി അത്തരത്തിലൊരു ആരോപണവുമായി വന്നിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഇത്രയും കാലം നാടകം കളിക്കുമായിരുന്നു. ഞാനും ചോദിക്കട്ടെ, SNC ലാവലിനുമായി ബന്ധപ്പെട്ട വിഷയം അതിന് ഇവിടെ ഹൈക്കോടതി ജഡ്ജ്മെന്റിനെതിരെ അവിടെ അപ്പീൽ കൊടുത്തിരിക്കുന്നു. അപ്പീൽ കൊടുത്താരാണ്? CBI ആണ്. എത്രയോ പ്രാവശ്യം ആ കോടതി ആ കേസെടുക്കാൻ തയ്യാറായി. കോടതി കേസെടുക്കാൻ തയ്യാറായപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അഡ്വക്കേറ്റ് 12 പ്രാവശ്യമാണ് ആ കേസ് മാറ്റി ഒപ്പിച്ചത്. ആർക്ക് വേണ്ടി? എന്നിട്ട് ഇന്നലെ വന്നൊരു പ്രധാനമന്ത്രി പറയുന്നു അദ്ദേഹം അഴിമതിക്കാരൻ. അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ കേസ് നടത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത്രയും കാലം അലംഭാവം കാണിച്ചത്, മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയത് കേന്ദ്രത്തിലിരിക്കുന്ന BJP ആണ്. ഇന്നലെ അത് പറഞ്ഞപ്പോൾ നിങ്ങൾ മഞ്ജുഷ മനസ്സിലാക്കേണ്ടത്, അത് ഈ തമിഴ്നാട്ടിൽ നടത്തുന്ന റെയ്ഡ് പോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി തിരിച്ചു മുഖ്യമന്ത്രി പറയുന്നു, എൻ്റെ പേരിൽ കേസൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ പേരിലാണ് കേസുള്ളതെന്ന്. ഇന്ന് വരെ ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് റാഫേലുമായി
മുഖ്യമന്ത്രി ആത്മാർത്ഥമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. ഇന്നാണ് അദ്ദേഹം തയ്യാറാകുന്നത്. ഇവരുടെ കള്ളക്കളികൾ പൊളിഞ്ഞിരിക്കുന്നു മഞ്ജുഷേ. ഇവർ തമ്മിൽ ഒത്തുകളിയാണെന്ന് ബോധ്യമായില്ലേ? SNC ലാവലില് നിന്നെ സഹായിക്കാൻ നീ പുറത്തുറങ്ങിയില്ല, ഞാൻ പുറത്തുറങ്ങിയിടാം എന്ന പേരിൽ ഇവിടെ SNC ലാവലിലും അതുപോലെ റാഫേൽ കേസുമായി അവർ ഒത്തുകളിക്കുകയാണ്. SNC ലാവലിൽ ഇത്രയും കാലം കേന്ദ്ര ഗവൺമെന്റ് വക്കീൽ ഹാജരാകാത്തത് എന്തുകൊണ്ട്? അതിന് മറുപടി പറയട്ടെ. ഒരു സെക്കൻഡ്. ജെ പത്മകുമാർ, ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ ലാവ്ലിൻ കേസിനെ കുറിച്ച് പ്രധാനമന്ത്രി പ്രതിപാദിച്ചതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, ലാവ്ലിൻ കേസിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ പരാമർശത്തിൽ അദ്ദേഹത്തിന്റെ ലാവ്ലിൻ കേസ് അന്വേഷണം നടത്തി പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തത് ആരെ കാലഘട്ടത്തിൽ? നിർത്തു ദയവായി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല നിർത്തണം. ശ്രീ ജയ പത്മകുമാർ നിർത്തുക ദയവായിട്ട്. അല്ല, പ്രധാനപ്പെട്ട ഒരു ആരോപണം താങ്കൾ ഉന്നയിച്ചപ്പോൾ ശ്രീ ജയ പത്മകുമാർ ദയവായി ഒരു സെക്കൻഡ് ദയവായി. നിങ്ങളുടെ വീട്ടു ജോലിക്കാരനൊന്നുമല്ല ഞാൻ. നിങ്ങൾ തുടങ്ങിയത് തന്നെ ഞാൻ പുലപ്പുന്നു എന്ന് പറഞ്ഞു. ശരി ശരി. ശ്രീ ജയ പത്മകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ദയവായി നിർത്തുക. മഹാനൊന്നുമല്ല, കോൺഗ്രസിന്റെ നേതാവേ ഉള്ളൂ. ദയവായി നിർത്തുക.